മദ്യനയത്തിൽ VM സുധീരൻ പ്രകടിപ്പിച്ച ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. നയരൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. മിലിറ്ററി ക്യാന്റീനിൽ ഉൾപ്പെടെ മദ്യം വിൽക്കാൻ എക്സൈസ് വകുപ്പിന്റെ അനുമതി കർശനമാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, മദ്യ നയത്തിൽ കോൺഗ്രസിനുള്ളിലെ തർക്കം ഇങ്ങനെ തുടരുന്നുണ്ട്. VM സുധീരന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് തന്നെയാണ് M. ലിജു എക്സൈസ് മന്ത്രി വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ. രോഹിണി, അത് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെയാണ് UDFിന്റെ ഉള്ളിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസമാണ് മദ്യനയം ഔദ്യോഗികമായി ധനബില്ലിലൂടെ നിയമസഭ കൂടി അംഗീകരിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട എക്സൈസ് മന്ത്രി M. ലിജു ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ചില നേതാക്കന്മാരുടെ എതിർ അഭിപ്രായങ്ങൾ, അത് പ്രത്യേകിച്ച് VM സുധീരൻ അടക്കമുള്ളവർ എതിർപ്പ് രേഖപ്പെടുത്തിയതിനെ അദ്ദേഹം പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എതിർപ്പുകൾ ആയി അതിനെ കാണേണ്ടതില്ല, അഭിപ്രായമായി കണ്ടാൽ മതി. അത്തരത്തിൽ എതിർപ്പുകളും അഭിപ്രായങ്ങളും ഒക്കെ പറയാൻ UDFിനുള്ളിൽ സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് VM സുധീരൻ അടക്കമുള്ളവർ അഭിപ്രായം രേഖപ്പെടുത്തിയതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് മദ്യനയം എന്നുള്ളത് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ നിന്നും M. ലിജു പറയുകയുണ്ടായി. ഒപ്പം തന്നെ നാളെ മദ്യം വിൽപ്പനയ്ക്ക് എത്തുകയാണെങ്കിൽ, അതിന്റെ സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നിരക്കാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ സർക്കാർ തലത്തിലും UDF തലത്തിലും തുടരുകയാണ് എന്നുള്ളതാണ് ലിജു വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മദ്യം വിൽക്കണമെങ്കിൽ ലേബർ രജിസ്ട്രേഷനും ബ്രാൻഡ് രജിസ്ട്രേഷനും ശേഷം എക്സൈസ് ആണ് അനുമതി നൽകേണ്ടത്. അത്തരത്തിലുള്ള അനുമതിക്കായിട്ടുള്ള നടപടികളും ചർച്ചകളും ഒക്കെ തുടരുകയാണ്. മിലിറ്ററി ക്യാന്റീൻ ഉൾപ്പെടെ എവിടെ വേണമെങ്കിലും മദ്യം വിൽക്കണമെങ്കിൽ എക്സൈസ് വകുപ്പിന്റെ അനുമതി വേണം എന്നുള്ളതാണ് ലിജു വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ ഫിനാൻസ് ബില്ലിലെ ക്ലോസുകൾ നിലവിൽ വരണമെങ്കിൽ അത് മദ്യനയം വരണം. അതിന് പിന്നാലെ മാത്രമേ ഇത്തരത്തിലുള്ള ക്ലോസുകൾ അടക്കം നടപ്പിലാവുകയുള്ളൂ. അതുകൊണ്ട് ആശങ്കകളൊന്നും UDFിലില്ല. കൂടിയാലോചനകൾ ഇനിയും തുടരുമെന്നുള്ളതാണ് ലിജു വ്യക്തമാക്കുന്നത്. എന്തായാലും മദ്യനയവുമായി ബന്ധപ്പെട്ടും അതുമായി മുന്നോട്ട് പോകാനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എക്സൈസ് മന്ത്രി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ വിവാദമായത് മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് കൂടി ചുമതലയിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ വലിയ ഏകാധിപതി സ്വഭാവത്തോടുകൂടി മദ്യനയവുമായി മുന്നോട്ട് പോവുകയാണ്. കൂടിയാലോചനകളില്ല, ലീഗിന്റെ എതിർപ്പ്, VM സുധീരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരുടെ എതിർപ്പൊന്നും തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി കൂടി ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും UDF ഒറ്റക്കെട്ടായി തന്നെ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കൂടിയാലോചനകളും ചർച്ചകളും മദ്യനയവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഉടനടി അത് സാധ്യമാകില്ല. പക്ഷേ കൂടിയാലോചനകൾക്ക് ശേഷം മദ്യം വിൽക്കുകയാണെങ്കിൽ പുതുക്കിയ നിരക്കിലായിരിക്കും വിൽപ്പന ഉണ്ടാവുക എന്നുള്ള സൂചന കൂടി ഇപ്പോൾ എക്സൈസ് മന്ത്രി ലിജു നൽകുകയും ചെയ്തിട്ടുണ്ട്. രോഹിണി, ശരി. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.